കേന്ദ്ര അവഗണനയ്ക്കെതിരായ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുമെന്ന് മന്ത്രി എം.പി. രാജേഷ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഡൽഹി സമരത്തിൽ പങ്കെടുക്കാത്ത കേരളത്തിലെ കോൺഗ്രസ് പരിഹാസ്യരായെന്നും മന്ത്രി അമൃത വാർത്തകളോട് പറഞ്ഞു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേരളം നടത്തുന്ന സമരത്തിൽ പങ്കെടുക്കാനായി ഡൽഹിയിലെത്തിയ മന്ത്രി എം.പി. രാജേഷ് അമൃത വാർത്തകൾക്കൊപ്പം ചേരുകയാണ്. ഏത് സാഹചര്യത്തിലാണ് കേരളം ഇത്രയും വലിയൊരു പ്രതിഷേധത്തിലേക്ക് കടന്നത്? അസാധാരണമായ തരത്തിൽ കേന്ദ്രം കേരളത്തെ ശ്വാസം മുട്ടിക്കുകയും വരിഞ്ഞു മുറുക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് രണ്ട് മാർഗങ്ങൾ കേരളത്തിന് അവലംബിക്കേണ്ടി വന്നത്. ഒന്ന്, സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നു. പിന്നെ തെരുവിൽ സമരം ചെയ്യേണ്ടി വന്നിരിക്കുന്നു. കേരളം സ്വീകരിച്ച ഈ വഴി ഇന്ന് കൂടുതൽ സംസ്ഥാനങ്ങൾ സ്വീകരിക്കുന്നു. ഇന്നലെ കർണാടക മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സമരമുണ്ടായത് ഇതേ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഡൽഹിയിൽ നടന്ന സമരം നമ്മളെല്ലാവരും കണ്ടു. ഇന്ന് കേരളത്തിന്റെ സമരത്തിന് തമിഴ്നാടും പഞ്ചാബും ഡൽഹിയുമെല്ലാം പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം പ്രധാനപ്പെട്ട ആളുകൾ തന്നെ ഈ സമരത്തിന് ഐക്യദാർഢ്യം അറിയിക്കാൻ നേരിട്ടെത്തിച്ചേരും. തമിഴ്നാട് കേരളത്തിന്റെ കേസിനും പിന്തുണ നൽകും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇത് കേരളത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. കേരളമാണ് ഈ പ്രശ്നം ഏറ്റവും ആദ്യം ഉന്നയിച്ചത്. കാരണം അത്രയേറെ കേരളത്തെ അത് ബാധിച്ചു എന്നതുകൊണ്ട് നമ്മൾ ആദ്യം രംഗത്ത് വന്നു. ഇപ്പം മറ്റുള്ളവരെല്ലാം നമ്മളെ പിന്തുണച്ച് രംഗത്ത് വരും. നിയമപരമായും രാഷ്ട്രീയപരമായും പോരാടും എന്ന് പറയുമ്പോൾ തന്നെ ഈ സമരത്തെ രാഷ്ട്രീയ പ്രേരിതമെന്ന് കേന്ദ്ര സർക്കാരിന് നേതൃത്വം നൽകുന്ന BJP വിശേഷിക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കെടുകാര്യസ്ഥത ഉണ്ടായി എന്നാണ്. അവരാകട്ടെ ഈ സമരത്തിലേക്കുള്ള ക്ഷണം സ്വീകരിച്ചതുമില്ല. എന്നാൽ കർണാടക സർക്കാർ സമരരംഗത്തുമാണ്. ഇതിനെങ്ങനെയാണ്? അതിന് മറുപടി പറയേണ്ടത് കേരളത്തിലെ കോൺഗ്രസാണ്. ഈ സമരം കേരളത്തിലെ കോൺഗ്രസിനെ കൂടി തുറന്നു കാണിക്കുന്ന സമരമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ DK ശിവകുമാർ, കർണാടകയിലെ കോൺഗ്രസിന്റെ ഉപമുഖ്യമന്ത്രി, പറഞ്ഞത് കേരളം ഉൾപ്പെടെ ആര് സമരം ചെയ്താലും ഞങ്ങൾ പിന്തുണയ്ക്കും എന്ന് അവർ പറഞ്ഞു. മാത്രമല്ല സിദ്ധരാമയ്യ പറഞ്ഞത് കർണാടകയിലെ പ്രതിപക്ഷത്തെ ക്ഷണിച്ചു, അവർ വന്നില്ല, അവർക്ക് ആത്മാർത്ഥതയില്ല എന്ന്. അത് കേരളത്തിലെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചും ബാധകമാണ്. സിദ്ധരാമയ്യ പറഞ്ഞത് ശരിയാണ്. കർണാടകയിലെ പ്രതിപക്ഷത്തിന് മാത്രമല്ല കേരളത്തിലെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചും അത് ശരിയാണ്. കേന്ദ്ര സർക്കാരിന്റെ വാദങ്ങൾ ഉന്നയിക്കുന്നവരായി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മാറി. അവരാണിപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുന്നത്. അവർ പരിഹാസ്യരായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ കർണാടക കൂടി കേരളത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ കേരളത്തിലെ പ്രതിപക്ഷം പരിഹാസ്യരായിരിക്കുന്നു, ഒറ്റപ്പെട്ടിരിക്കുന്നു. രാഷ്ട്രീയമായി വലിയൊരു മുന്നേറ്റമായി ഈ ഒരു പ്രക്ഷോഭം തുടരുക തന്നെ. തീർച്ചയായിട്ടും ഇത് ഒരു രാഷ്ട്രീയമല്ല, കക്ഷി രാഷ്ട്രീയമല്ല ഇതിലെ പ്രശ്നം. ഇത് കേരളത്തിനോട് നീതി കാണിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമാണ്. ആ സമരം കൂടുതൽ ശക്തിപ്പെടും. കേന്ദ്രത്തിന് ഈ നയം തിരുത്തേണ്ടി വരും എന്ന് തന്നെയാണ് പ്രതീക്ഷ. കേരളത്തിനെതിരായ ഈ ഒരു സമീപനത്തിൽ കൂടുതൽ ശക്തമായി തന്നെ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് മന്ത്രി എം.പി. രാജേഷ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് ക്യാമറാമാൻ കെനി ഗ്രേഷ്യസിനൊപ്പം അമൃത വാർത്തകൾക്ക് വേണ്ടി ആദർശ് തുളസീധരൻ.